സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി ഗവർണറും സർക്കാരും വീണ്ടും കൊമ്പുകോർക്കുന്നു. VC നിയമനങ്ങൾക്കായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ വിജ്ഞാപനമിറക്കിയിരുന്നു. എന്നാൽ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമായിട്ടില്ല എന്നും കേസ് നിലനിൽക്കുകയാണെന്നുമാണ് സർക്കാരിന്റെ വാദം. ഇക്കാര്യത്തിൽ ഗവർണർക്കെതിരെ നിയമപരമായി നീങ്ങാനാണ് സർക്കാർ ആലോചിക്കുന്നത്. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഒരിടവേളയ്ക്ക് ശേഷം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് കളമൊരുങ്ങുന്നു. ഇന്നലെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ തീരുമാനം, അതിൽ കോടതിയിലേക്ക് പോകാൻ പോകുന്നു സർക്കാർ. ഒപ്പം തന്നെ സർവകലാശാലകൾ പ്രതിനിധികളെ നൽകിയില്ല എന്നുള്ള കാര്യം കോടതിയിൽ രാജ്ഭവനും ചൂണ്ടിക്കാട്ടും. ഈ തർക്കം ഏത് തലത്തിലേക്കാണ് പോകുന്നത് ഗിരീഷ്? VA ഗിരീഷിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലി ഗവർണറും സർക്കാരും തമ്മിൽ വീണ്ടും പോരിലേക്ക് നീങ്ങുകയാണ്. വൈസ് ചാൻസലർ നിയമനങ്ങൾക്കായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഗവർണർ ഇന്നലെ. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഇപ്പോഴും തീരുമാനമാകാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം. ഒപ്പം തന്നെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്ന പശ്ചാത്തലവുമുണ്ട്. അതിനിടയിൽ ഗവർണറുടെ നീക്കം അത് ശരിയായില്ല, അത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോകാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, തുടരാം ഗിരീഷ്. രാജ്യത്ത് കഴിഞ്ഞ ദിവസമാണ് സർവകലാശാലകളിലെ VC നിയമനത്തിനായി സ്വന്തം നിലയിൽ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. നേരത്തെ സർവകലാശാലകളോട് പ്രതിനിധികളെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർവകലാശാലകൾ നൽകിയിരുന്നില്ല. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ സ്വന്തം നിലയിൽ രണ്ടംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചതും അതിന്റെ വിജ്ഞാപനം ഇറക്കിയതും. ഇതിനെതിരായിട്ടുള്ള നിയമപരമായി നീങ്ങാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം VC നിയമനവുമായി ബന്ധപ്പെട്ടും സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും നിയമസഭ ബില്ലുകൾ പാസാക്കിയിട്ടുണ്ട്. ഈ ബില്ലുകളിൽ ഇതുവരെ എടുത്തിട്ടില്ല. മാത്രമല്ല, രാഷ്ട്രപതി ഈ ബില്ലുകൾ ഒപ്പിടാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നുള്ളതാണ് സർക്കാർ നിലപാട്. അതുകൊണ്ട് തന്നെ പുതിയ സെർച്ച് കമ്മിറ്റി നിയമപരമായി നിലനിൽക്കില്ല എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ തന്നെ നിയമോപദേശം തേടിയിട്ടുണ്ട്. നിയമോപദേശം ലഭിച്ച ശേഷം ഉടൻ തന്നെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. ഒരുപക്ഷെ ഇന്നോ തിങ്കളാഴ്ചയോ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സർക്കാർ നീക്കം. അതോടൊപ്പം സർവകലാശാലകളുടെ സിൻഡിക്കേറ്റ് തലത്തിൽ കൂടി കോടതിയെ സമീപിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. 6 സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിനാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. ഈ 6 സർവകലാശാലകളും ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ശരി, VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. VC നിയമനങ്ങൾക്കായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി അത് ചോദ്യം ചെയ്യുന്നു സർക്കാർ. ഇതിനോടകം നിയമോപദേശം തേടിക്കഴിഞ്ഞിട്ടുണ്ട്. കോടതിയിലേക്ക് പോകാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സജീവമാകുന്നു.